ഉണ്ണിക്കണ്ണൻ. എന്താ തുറക്കോ? എന്താ? ഒന്നും പറയണ്ട ഇഷ്ടാ. എന്നോട് ചെറിയങ്ങാടിയിൽ ഇറങ്ങിയ മതി സാർ ചേച്ചി പറഞ്ഞതാ. എന്നിട്ട് ആകെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഇറക്കി വിട്ടിട്ട് അവിടെ ഞാൻ തിരിച്ച് നടക്കായിരുന്നു. അവിടെയാണെങ്കിൽ കൊടുക്കത്ത് മഴയും. ഇവിടെ മഴയില്ലല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിക്കണ്ണൻ, എക്സ്പ്രസ് ഹോം നേഴ്സ് സർവീസ് വെള്ളിമല. സാർ ചേച്ചി പറഞ്ഞിട്ട് കയറ് കിട്ടാണ്ട് ഒരു കാരണവരും ചത്തു പോരുന്നാണ് സാർ ചേച്ചി നമ്മളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ടാണ് ലിയോ സാർ വിളിച്ചോണ്ട് ഓട്ടന്നെ അങ്ങോട്ട് പോകുന്നത്. പെട്ടെന്ന് എത്തിയില്ലേ? ഓൺലി 4 hours. ഇപ്പോഴും മനസ്സിലായില്ലേ? ദേ ലെറ്റർ തന്നുണ്ട് സാർ ചേച്ചി. ഇവിടത്തെ അപ്പാപ്പനെ നോക്കാൻ വന്നതാ. ഹോം നേഴ്സ് ഉണ്ണിക്കണ്ണൻ, GNM ILTS. അല്ല ചേട്ടാ, ഇവിടെ ഇപ്പൊ ആരുമില്ല. എവിടെ പോയി? അവരെല്ലാരും കോഴിക്കോട് ഒരു കെട്ടിന് പോയി. ഇവിടെ ഇപ്പൊ ഞാനും അപ്പാപ്പനും മാത്രമേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഇപ്പൊ കുട്ടി ഒറ്റയ്ക്കുള്ളൂ അല്ലേ? എന്തിട്ടത്? അല്ല എങ്ങോട്ടാ? അല്ല കുട്ടി ഒറ്റയ്ക്കല്ലേ? വല്ല കള്ളന്മാരാണ്. അത് കുഴപ്പമില്ല, അവിടെ നിക്ക്. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, അവിടെ നിക്ക്. എന്താ നോക്കട്ടെ? അത് കുഴപ്പമില്ല. കള്ളി പൂച്ചേ, ഇവളാണ് ഈ വെച്ചുണ്ടാക്കിയേ. കുട്ടി പേടിച്ചു അല്ലേ? പേടിക്കണ്ടാട്ടാ, ഇനിയിപ്പോ ഞാനും ഉണ്ടല്ലോ. ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ വരാൻ ഇനിയും വൈകും. ഞാനും അപ്പാപ്പനും മാത്രമേ ഉള്ളൂ ഇവിടെ. ചേട്ടാ പോയിട്ട് നാളെ വല്ലതും വാ. അതെന്തിട്ട് വർത്താനീ പറയണേ? എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞല്ലേ ഞാൻ ഓടി പിടിച്ചു വന്നത്. കുട്ടിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല അല്ലേ? ഞാൻ ആ സാർ ചേച്ചിനെ വിളിച്ചാണ്ട് തരാം, അതുപോലെ. ഞാനിവിടെ വന്ന് പെടാൻ മറ്റ പാടെ എനിക്കറിയാട്ടാ. വഴിയിലൊക്കെ ആളോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഈ കാടിന്റെ അകത്തൊരു വീടുള്ള കാര്യം പോലും ആർക്കറിയില്ലേ. അയ്യോ, ഇവിടെ റേഞ്ചും ഇല്ല. ഇവിടെ എവിടെയാ റേഞ്ച് മൂല? ചേട്ടാ കുഴപ്പമില്ല, വിളിക്കണ്ട. ഇവിടെ അപ്പാപ്പ ഉണ്ടല്ലോ. ഞാൻ ആ അപ്പാപ്പന്റെ മുറിയിൽ അടങ്ങി ഒങ്ങി മിണ്ടാണ്ടിരുന്നോളാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ചേട്ടാ അതൊന്നും ശരിയാവില്ല. ചേട്ടാ പോയിട്ട് നാളെ വരാൻ നോക്ക്. എന്റെ കുട്ടി ഒന്ന് വിശ്വസിക്കേ. ഞാൻ ആധാർ കാർഡ് കാണിച്ചു തരണ. അതൊന്നും കാണണ്ട. ഞാൻ എനിക്കിവിടെ പരിചയമൊന്നുമില്ല. അയ്യോ, എന്താണ്? തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. നിങ്ങൾ ടെൻഷൻ ആവല്ലേ? ഞാൻ നോക്കില്ലേ? ഒരാള് കരിഞ്ഞെടുക്കും. അയ്യോ, ഇതല്ല അപ്പാപ്പൻ. അത്ര ഇതിന്റെ ഗുട്ടൻസ് അല്ലേ? എന്തിനാ പാപ്പ ഇങ്ങനെ ധൃതി വെക്കുന്നേ? ഞാനിങ്ങ് വരത്തില്ലേ? ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായില്ലേ എന്നെ പോലെ ഒരാളുടെ സഹായം കണ്ട് പറ്റിയെന്ന്? അപ്പാപ്പ എന്നെ മനസ്സിലായ? ഞാൻ അപ്പാപ്പനെ നോക്കാൻ വന്നതാ. ഉണ്ണിക്കണ്ണൻ, ഹോം നേഴ്സ്. എന്നിട്ട് അപ്പാപ്പന്റെ പേര് എന്താ? ആളെന്തിച്ച് പറയണ ഒന്നും മനസ്സിലാവില്ലേ? പേരാ ലൂക്ക. ലൂക്ക പാപ്പൻ. ആ അപ്പാപ്പന്റെ പേരല്ലേ എസ്റ്റേറ്റിന്? ഓ, കംപ്ലീറ്റ് ഔട്ടല്ലോ. കംപ്ലീറ്റ് ഔട്ടല്ല. കുട്ടിയുടെ പേരെന്താ? ബിയാട്രിസ്. ബിയാട്രിസ്, നല്ല വെറൈറ്റി പേരാട്ടാ. എന്റെ അപ്പാപ്പ എന്നോട് വല്ല ദേഷ്യണ്ടാ? റേഞ്ചിൽ കോളും എന്തില്ല. സാർ ചേച്ചിയാ? സാർ ചേച്ചി, ഹലോ. ഞാൻ അവിടെ എത്തിട്ടാ. ലിയോ സാറും അമ്മച്ചൊക്കെ എവിടെ കല്യാണത്തിനൊക്കെ പോയിരിക്കുക. കുഴപ്പമില്ല കുഴപ്പമില്ല, ഇവിടെ മോളുണ്ട്. ഇവിടെ എല്ലാം സെറ്റാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ റേഞ്ച് ഇല്ല ഏട്ടാ. സാർ ചേച്ചിയാ? കുട്ടിക്ക് വേണം? വേണ്ട. വേണ്ട? അതെ, ഞാൻ ഇവിടെ എത്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പൈസയുടെ കാര്യം. ഹലോ, പൈസയുടെ കാര്യം പറയുമ്പോ അപ്പ റേഞ്ച് പോവൂലോ. കുട്ടിക്ക് ഇപ്പൊ എന്നെ വിശ്വാസായ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് അപ്പച്ചനും അമ്മച്ചിയോട് ഞാൻ പറഞ്ഞേക്കാം ചേട്ടായി വന്നെന്ന്. എന്താ? അല്ലതേ, ഞാനത് വർക്ക് ചെയ്യില്ലെന്ന് ചുമ്മാ നോക്കിന്നല്ലോ. പിന്നെ അപ്പാപ്പന്റെ ആളായിട്ട് നിൽക്കുമ്പോ നമ്മള് ഇതെല്ലാം അറിഞ്ഞിരിക്കണല്ലോ. നാളെ ഞാനായിട്ട് ചീത്താക്കിന്ന് ആരും പറയരുത്. അതെ, ഒരു ചായ കിട്ടോ? പാല് വേണമെന്നില്ല, കട്ടനായാലും മതി. പിന്നെ എന്തെങ്കിലും കഴിക്കാനും കൂടി കിട്ടിയ സന്തോഷം. എന്തിട്ടാ നോക്കണേ? കൈയുടെ തൊലി പോയി. ഇനി മേലാക്കന്മാര് വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ ഇത് മേടിക്കുന്ന. ഇതുപോലെ കൊറേ എണ്ണത്തിനെ കണ്ടതാ ഞാൻ.
അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വേറെ ആരും അറിയാത്ത രീതിയിൽ കിടന്നോളണം. മനസ്സിലേ? ചാച്ചിക്കോ. എവിടെ പോയി കുട്ടി? എന്തത്? അവിടെയും മാറി ഇവിടെയും മാറ. ഇളന്ത കാറി നടത്തണ? അമ്മേ, ഇതെന്തിട്ടത്? ഈ വീട് തന്നെയാണോ ഈ വീട്? കൊള്ളാലോ. ഇപ്പൊ നമ്മളവിടുത്തെ കട പോലെ ആയില്ലോ. പുറത്തു നോക്കുമ്പോ ചെറുതാണെങ്കിലും അകത്ത് നോക്കിയ വിശാലായ സംഭവമാണ്. ഹലോ സനോജേ, ഹലോ. ആയ് റേഞ്ചും ഇല്ലേ? കാട്ടുപോത്താ. സനോജിന്റെ മോൻ തന്നെ പേടിച്ചില്ല. പിന്നെയാണ് കുട്ടിയെ വളഞ്ഞുമ്പോ തീരണല്ലോ. ഇവർക്കിത് പണിതിട്ടും മതിയായില്ലേ കുട്ടി? ഇതിന്റെ ഇപ്പഴത്തേക്ക് കറണ്ട് കണക്ഷൻ എടുത്തല്ലേ? എന്തത്? ബെസ്റ്റ് ഭാർഗവ നിലയം പോലത്തെ ഒരു വീട് ഉണ്ടാക്കിയിട്ടേക്കാണ്. യക്ഷിപ്പാട്ടിന്റെ ഒരു കുറവും കൂടി ഉള്ളു. ഈ വളവന്തിരിവൊക്കെ എന്തിനാണാവോ? എന്നെ മേടിപ്പിക്കാനാ? എടി പെണ്ണേ, ഉണ്ണിക്കണ്ണൻ ആരാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വല്ല സാധാരണക്കാരനാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ച് പൂപ്പാട് വന്നേനെ. ഞാൻ ധൈര്യശാലി ആയതുകൊണ്ട് കുഴപ്പമില്ല. അമ്മേ, കേരളവങ്കടി ആള് പൂലിയാലോ. ആന, കുതിര, പാമ്പ്, വന്യജീവികളൊക്കെ ആയിട്ട് ഇടപാട്. കുട്ടി ഓടിയ? എന്തിനു ഓടിയ? കുട്ടിയെ, കുട്ടി കുട്ടിയെ. ആ സനോജേ, നന്നയാ? നന്ദിയില്ലാത്ത അറിയുന്നു. നീ എന്താണ് ഫോൺ എടുത്തിട്ട് കട്ടായി കളയണത്? എന്റെ പൊന്നു കൂട്ടാരെ, കട്ടാക്കിയതൊന്നുമല്ല. ഇവിടെ റേഞ്ച് ഇല്ലേ? എനിക്കറിയാന്ന് നീ അങ്ങനെ കട്ടാക്കൂലെന്ന്. നീ എന്റെ ചാക്കോ അല്ലേ? ചാക്കുവാ? ആ, ചങ്ക് കൂട്ടുകാരൻ. ഞാൻ ഇപ്പൊ ഫുൾ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. അത് നന്നായി. അവിടത്തെ സെറ്റപ്പ് എങ്ങനെയുണ്ട്? ഇവിടത്തെ സെറ്റപ്പ് എന്തിട്ട് ഇഷ്ടം പറയേ? ഒരു കൊടുങ്കാടിന്റെ നടുക്ക് ഒരു വലിയ വീടും ഒരു കൊരട്ട് തന്തിയും, പിന്നെ ആകെയുള്ളൊരു സമാധാനം ഒരാറ്റമ്മമാരുള്ള ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. അവളുടെ നെറുകന്നല്ലോ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടാറ്റു കേട്ടാ. ഹലോ. ആ പിന്നെയും പോയാ ചാക്കു? എന്നാലും ടാറ്റുകൾ എവിടേക്ക് പോയേ? ഇതെവിടെ നീ പാട്ട്? ഐ കൊള്ളാലോ. യക്ഷിപ്പാട്ടും കൂടി വന്നപ്പോ പൂർത്തിയായി. പാപ്പനല്ലേ അപ്പൊ അവിടെ കിടക്കണത്?